അങ്ങനെ ഫ്രണ്ട്സ് ഞങ്ങൾ ഊട്ടിയിൽ നിന്ന് പോവുകയാണ്. അങ്ങനെ രാവിലെ ആയി, ഞങ്ങൾ ഉറങ്ങിയൊക്കെ എണീറ്റു. പിന്നെ ഈ റൂമിൽ നിന്ന് പോകുമ്പോൾ എനിക്ക് വളരെയധികം സങ്കടമുണ്ട്, കാരണം അത്രയ്ക്ക് നല്ല റൂമായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ റൂം. അപ്പോൾ നമ്മൾ ഈ റൂമിൻ്റെ പുറത്തിറങ്ങിക്കാൻ ഇങ്ങനത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ടാവും. നല്ല സെറ്റായിരുന്നു. അങ്ങനെ ഞങ്ങൾ റൂമിൽ നിന്നൊക്കെ ഇറങ്ങി ഇപ്പോൾ കാറിൽ കയറുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെ ഡോറൊക്കെ അടിച്ചു. അപ്പോൾ ഇതാണ് ഞങ്ങൾ താമസിച്ചിട്ടുണ്ടായിരുന്ന റൂം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെയാണ് ഇത്. കണ്ടോ, ഊട്ടിയിൽ കുറേ അധികം വീടുകളുണ്ട്. അവരെങ്ങനെ ഇവിടെ താമസിക്കണമെന്ന് ഞാൻ ആലോചിക്കുന്നു, കാരണം അത്രയ്ക്കും തണുപ്പാണ്. ഒന്നാമത്തേത് ഡിസംബറിലൊക്കെ വന്നവരുടെ അവസ്ഥ നല്ല തണുപ്പായിരിക്കും. പക്ഷേ ഡിസംബറിലാണ് ശരിക്കും വരേണ്ടത്. ഞങ്ങൾ നവംബറിലൊക്കെയാണ് വന്നത്. ഡിസംബറിൽ വരികയാണെങ്കിലാണ് നമ്മൾ ഉദ്ദേശിച്ചൊരു ആ ഊട്ടീൻ്റെ ഒരു ഫീൽ ഉണ്ടാവുള്ളൂ. കാരണം ഡിസംബറിൽ വരികയാണെങ്കിൽ നല്ല മഞ്ഞും നല്ല തണുപ്പുമാണ്. നവംബർ ആ സമയത്ത് വരുമ്പോൾ തണുപ്പുണ്ടാവും, പക്ഷെ അത് രാത്രിയൊക്കെ ആയിരിക്കും കേട്ടോ. ഈ ഒരു സമയത്ത് അങ്ങനെ ഉണ്ടാവില്ല. അങ്ങനെ ഫ്രണ്ട്സ് ഞങ്ങളൊരു സ്ഥലത്തെത്തി. അപ്പം ഞങ്ങൾ കാറിൽ നിന്ന് ഇറങ്ങുകയാണ്. പിന്നെ ഈ ഒരു സംഭവം ജസ്റ്റ് കയ്യിലൊക്കെ പിടിച്ചു, ഒരു ജസ്റ്റ് തലയുമ്മ ഇട്ടു. പിന്നെ ഞങ്ങൾ അങ്ങനെ അങ്ങനെ ഒരു കട പോലെ എന്തൊക്കെ ഉണ്ട്. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടെ പോവാണ്. കുറേ അധികം ഐറ്റംസൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് എന്തായാലും ഒന്നും വാങ്ങുന്നില്ല, എന്നാലും ജസ്റ്റ് ഇതൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ ഇഷ്ടപ്പെട്ടു. ബട്ട് ഇത് വാങ്ങിയിട്ടൊന്നുമില്ല. പിന്നെ ഒന്നും രാവിലെ കഴിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതാണ്. എണ്ണക്കടിയോ ചായ എന്തെങ്കിലുമൊക്കെ. അപ്പോൾ ചായ വാങ്ങി. ഞാൻ വാങ്ങിയില്ല, എൻ്റെ പേരൻസൊക്കെ വാങ്ങി. പിന്നെ ഞാൻ വാങ്ങിയത് എന്തായിരുന്നു, ബ്രെഡിൽ മുട്ട ഇങ്ങനെ ആക്കിയിട്ട് എന്തോ ആണ്. എന്തായാലും എനിക്കിത് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല അടിപൊളി ഉണ്ടായിരുന്നു. പിന്നെ സോസ് ഉണ്ടായിരുന്നു, അത് മുക്കി കഴിച്ചു. പിന്നെ കണ്ടോ, ഞങ്ങളൊരു സ്ഥലത്തേക്ക് വന്നു. ഇത് സെറ്റ് സ്ഥലം, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ ഫ്രണ്ട്സ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എന്താ പറയുക, ഒരു സ്ഥലത്തേക്ക് പോവാണ്. അപ്പം ഞങ്ങൾ ഈ ഒരു സ്ഥലത്തേക്കാണ്. ഇപ്പം ഞാൻ കാണിച്ചില്ല, അത് ഞാനാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് ഇതിൻ്റെ നമുക്ക് താഴേക്കും പോകാൻ പറ്റും, അതേപോലെ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറാനൊക്കെ അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. പിന്നെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു സ്ഥലത്തേക്കും കൂടി കേട്ടോ. അപ്പോൾ ആ സ്ഥലം നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ടാണല്ലോ ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് കേട്ടോ ആ സ്ഥലം. നല്ല രസമുണ്ടായിരുന്നു. എന്തോ ഒരു മലയോ അങ്ങനെ എന്തോ ആണ്, അതിൻ്റെ മുകളിൽ കയറിക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ ഇവിടെ കുറേ അധികം ആൾക്കാരൊക്കെ ഉണ്ട്, അവരിനൊന്നും ഞാൻ കാണിക്കുന്നില്ല. പിന്നെ ഇതാണ് സ്ഥലം. പിന്നെ കണ്ടോ, നമ്മൾ ഊട്ടിക്ക് വന്നു എന്നുള്ളതിനൊരു തെളിവിന് വേണ്ടിയിട്ട് ഇത് വാങ്ങണമെന്നുണ്ട്. അപ്പോൾ ഇതിലേത് സെലക്ട് ചെയ്യുമെന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒടുവിൽ ഇതെടുത്തു കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അവിടെ എല്ലാം ഇഷ്ടപ്പെട്ടു, പക്ഷെ ഒരെണ്ണല്ലേ നമുക്ക് എടുക്കാൻ പറ്റുമോ. അപ്പോൾ അതിനൊരെണ്ണത്തിന് 100 രൂപയായിരുന്നു. അപ്പോൾ അതും വാങ്ങി. പിന്നെ ഞങ്ങൾ അതൊക്കെ വാങ്ങിക്കഴിഞ്ഞപ്പോൾ ടീ ഫാക്ടറിയിലോട്ട് വന്നു. 2 ടീ ഫാക്ടറിയാണ് തോന്നുന്നു ഇവിടെ ഉള്ളത്. അപ്പോൾ അതിലത്തെ ഒരെണ്ണത്തിൽ ഞങ്ങൾ ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾ വേറൊരു ടീ ഫാക്ടറിയിലോട്ട് വന്നു. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെയാണ്. അവിടുത്തെ മെഷീൻ ഒരു ചെടി ഇങ്ങനെ എടുക്കും, പിന്നെ മെല്ലെ മെല്ലെ വരും, അങ്ങനെയൊക്കെയാണ്. കണ്ടില്ലേ ഫ്രണ്ട്സ്, അങ്ങനെയാണ്. പിന്നെ അതൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഇങ്ങനെ പൊടിച്ച് കഴിഞ്ഞ് പിന്നെ ഒരു കവറിൽ ഇങ്ങനെ പാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോയത് കണ്ടോ, ഇത് ടീ ഫാക്ടറി ആണോ ചോക്ലേറ്റ് ഫാക്ടറി ആണോ എന്ന് എനിക്കറിയില്ല, ഞാൻ വെറുതെ പറഞ്ഞതാണ്. അപ്പോൾ കണ്ടു ഫ്രണ്ട്സ്, അവിടെ കുറേ അധികം ചോക്ലേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആ ഒരു റൗണ്ട് കളറില്ലേ, അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പിന്നെ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വന്നപ്പോൾ അങ്ങനെ പഞ്ഞിമിഠായി വാങ്ങി. അതിന് എത്ര 20 10 അത്രയൊക്കെ രൂപ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങി.
പിന്നെ അങ്ങനെ അവിടുന്ന് ഇങ്ങനെ വന്നു. പിന്നെ ഞങ്ങളൊരു ഗാർഡനാ തോന്നുന്നു, അങ്ങനെ ഗാർഡനിലേക്ക് വന്നു. അടിപൊളി വ്യൂ ഒക്കെ ആയിരുന്നു. നല്ല അടിപൊളി മറ്റേ ചെടികളും പൂക്കളും ഒക്കെ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറേ അധികം ചെടികളൊക്കെ ഒരു വീട് പോലത്തെ എന്തോ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് വന്നു. അപ്പോൾ അവിടെ കണ്ടു ഗായ്സ്, നല്ല രസമുള്ള ചെടികളൊക്കെ ഉണ്ടായിരുന്നു. ഇതിത്തെ പകുതി മുക്കാലൊക്കെ എൻ്റെ വീട്ടിലുണ്ട്, പക്ഷേ ചിലതൊക്കെ ഇപ്പോൾ വാടിപ്പോയി. അപ്പോൾ ഇവിടെ കണ്ടു കുറേ അധികം ഇങ്ങനെ. പക്ഷെ ഇതൊന്നും നമുക്ക് വാങ്ങാൻ പറ്റില്ല, ഇതൊക്കെ നമുക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റും. അതിനാണ് കേട്ടോ നമ്മളിവിടെ വന്നിക്കണേ. അപ്പോൾ അതിൽ മഞ്ഞ് പെയ്തിക്കണ അങ്ങനെ എന്തോ പോലത്തെ ചെടികളുണ്ടായിരുന്നു. പിന്നെ പർപ്പിൾ കളറൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്കിഷ്ടമായി, നല്ല രസമുണ്ട്. ഇതൊക്കെ വാങ്ങാൻ പറ്റുകയാണെങ്കിൽ എന്തായാലും വാങ്ങിയിട്ടുണ്ടാവും. പിന്നെ അവിടുന്ന് കുറച്ച് ചെടികൾ പൂക്കളുടെയൊക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ കുറേ ഇതൊക്കെയാണ് ഞാൻ എടുത്ത ഫോട്ടോസ്. പിന്നെ ഫ്രണ്ട്സ്, ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു. എന്നിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ കാഴ്ചകളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. നല്ല രസമുള്ള പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ജസ്റ്റ് അവിടെ നിന്നു. പിന്നെ അവിടെ ഇന്ത്യൻ്റെയും ഗാർഡൻ മീൻസ് ചെടികളും കൊണ്ട് ഇന്ത്യ ഉണ്ടാക്കിയേക്കുക അങ്ങനെ എന്തോ ആണ് തോന്നുന്നു. അതന്നെ. പിന്നെ അതൊക്കെ കാണാൻ പോയി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അതൊക്കെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ ഒരു 100 രൂപയ്ക്ക് ഇങ്ങനത്തെ ഒരു പൂക്കൾ വാങ്ങി. ഇതിനിപ്പോൾ 5 എണ്ണത്തിന് 100 രൂപ അങ്ങനെ എന്തോ. അപ്പോൾ അതും വാങ്ങി. ഇത് 1 വർഷം പാടില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം ഞങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് വാങ്ങി. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ പൂക്കളൊക്കെ ഫോട്ടോ എടുത്തു. പിന്നെ അങ്ങനെ വണ്ടി കയറി. പിന്നെ നമ്മൾ എന്തായിരുന്നു കൊള്ളി ചിപ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫ്രണ്ട്സ് ഉച്ചയായി. അപ്പോൾ ഞങ്ങളൊരു ഹോട്ടലിലേക്ക് വന്നത് ഞങ്ങളൊരാളിനെ കണ്ടു. അതാരാന്ന് വെച്ചാൽ യൂട്യൂബിൽ അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്, ഇന്ദ്രജിത്ത് വ്ളോഗ്. നിങ്ങൾക്കറിയുമോ എനിക്കറിയില്ല, എന്തായാലും അത്യാവശ്യം എല്ലാവർക്കും അറിയാം. ഇങ്ങനെ പാവങ്ങളിലേക്ക് സഹായിക്കുന്ന ഒരാൾ. അപ്പോൾ ഞാൻ കാണിച്ച പക്ഷേ നിങ്ങൾക്കത് കറക്റ്റായിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എനിക്ക് നേരം പോലെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ ഞങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഞങ്ങൾ ഒരു മലയ്ക്ക് കയറുകയാണ്. മലയല്ല, ഒരു കുന്നോ അങ്ങനെ എന്തൊക്കെയോ പറയാം. അപ്പോൾ അങ്ങോട്ട് കയറുകയാണ് ഗായ്സ്. ഞങ്ങൾ നല്ല കഷ്ടപ്പാടാണ്, കാല് കടഞ്ഞ് ചാവും. അത്രയ്ക്കും നല്ല പ്രയാസമാണ്. ഇവിടുന്ന് കാണുന്ന പോലെയല്ല, നടക്കുമ്പോൾ നല്ല 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 പ്രയാസമുണ്ട്. പിന്നെ അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പോപ്കോൺ ഉപ്പും മുളകൊക്കെ ഇട്ടത് വാങ്ങാൻ പോയി. അങ്ങനെ അതൊക്കെ വാങ്ങി ഗായ്സ്. പിന്നെ ഞങ്ങൾ എന്തോ മിച്ചർ പോലെ എന്തോ സംഭവമൊക്കെ വാങ്ങി. പിന്നെ അങ്ങനെ യാത്ര തുടർന്നു. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ വീട്ടിലോട്ടാണ്. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ ഫ്രണ്ട്സ്. പിന്നെ അങ്ങനെ ഒരു സ്ഥലത്ത് എത്തി. അപ്പോൾ ജസ്റ്റ് വിശന്നപ്പോൾ ചിക്കൻ റോൾ വാങ്ങി. അപ്പോൾ അത് അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങനെ കഴിച്ച് കഴിഞ്ഞു. പിന്നെ രാത്രി ആയിട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഞങ്ങൾ ബ്രോസ്റ്റഡും പിന്നെ കുബൂസും പിന്നെ പൊറോട്ട ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് വീട്ടിലെത്തി. അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ളത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റൊക്കെ ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, അപ്പോൾ ബൈ ഫ്രണ്ട്സ്.